എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു ക്രോപ്പ് ടോപ്പാണ് തയ്ക്കാൻ പോകുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോലെ തന്നെയാണ് കേട്ടോ ബാക്ക് പോർഷനും ഈ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലൊരു ക്ലോത്ത് എടുക്കാം. ഇതിപ്പോൾ രണ്ടാക്കി മടക്കിയിട്ടിരിക്കുന്നതാണ്. ഇത് താഴോട്ടേക്കുള്ള ഇറക്കാണ്. ഇറക്കം നമ്മൾ എടുത്തിരിക്കുന്നത് 15 ഇഞ്ചാണ്. ഇനി നമ്മൾ വീതി എടുത്തിട്ടുള്ളത് 17 ഇഞ്ചാണ്. ഇനി നമുക്ക് ഈ ഒരു ക്ലോത്തിനെ ഇതുപോലെ നടുമടക്കി കൊടുക്കാം. ഇനി നമ്മൾ ഷോൾഡർ 5.5 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ആം ഹോൾ എടുക്കുന്നതും 5.5 ഇഞ്ച് തന്നെയാണ്. 5.5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കാം. ഇനി നമുക്ക് ഈ രണ്ട് പോയിന്റും കൂടി ഇതുപോലെ ഒരു ലൈൻ വരച്ച് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെസ്റ്റാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ചെസ്റ്റ് 7.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ ചേർത്ത് 8.5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കാം. ഇതും നമുക്കൊരു ലൈൻ വരച്ച് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ആം ഹോളിൻ്റെ അവിടെ നമ്മൾ ഒരു 3/4 ഇഞ്ചിൽ ഇതുപോലെ ഒരു പോയിന്റ് കൊടുക്കുക. എന്നിട്ടൊന്ന് ചെറുതായി ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി താഴോട്ടേക്കുള്ള ഇറക്കെടുക്കുന്നത് 12 ഇഞ്ചാണ്. 12 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആക്കിയിട്ട് വരച്ചു കൊടുക്കാം. ഇനി താഴ്ഭാഗം നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി താഴ്ഭാഗത്ത് വീതി എടുക്കുന്നത് നമ്മൾ 7 ഇഞ്ചാണ്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ ചേർത്ത് 8 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കാം. എന്നിട്ട് ഇതാ നമുക്ക് ഈ രണ്ട് പോയിന്റും കൂടി അങ്ങ് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഈ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ആം ഹോളും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് നെക്കാണ് അടയാളപ്പെടുത്തി കൊടുക്കാനുള്ളത്. നെക്ക് 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. വിഡ്ത്താണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നത് 3.25 ഇഞ്ചാണ്. എന്നിട്ട് നമുക്ക് ദാ ഇതുപോലെ വരച്ച് ഒരു ബോക്സ് പോലെ വരച്ചെടുക്കാം. ഇനി ഇതുപോലെ കർവ് ചെയ്ത് റൗണ്ട് നെക്കിൻ്റെ ഷേപ്പിൽ നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്തൂടെ കട്ട് ചെയ്തെടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ ക്ലോത്ത് മടക്കിയിട്ട കാരണം ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്ത ഭാഗമാണ് ഉള്ളത്. അത് രണ്ടും കൂടി കട്ട് ചെയ്തൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാ നിവർത്തി എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ നെക്കിൻ്റെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഒരു സൈഡിൽ ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ക്ലോത്ത് വേണം. ഇത് 4 ഇഞ്ച് വീതിയാണുള്ളത്. ഇതിൻ്റെ നീളം എടുത്തിട്ടുള്ളത് ഒരു 30 ഇഞ്ചാണ്. ഇതുപോലെ 2 പീസ് വേണം. ഇത് നമ്മൾ നെക്കിന് പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഈ 2 പീസും കൂടി ഇതാ ഇതുപോലെ ഞാൻ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭാഗം തമ്മിൽ ചേർത്തിട്ട് അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ 1/4 ഇഞ്ചിൽ രണ്ടാക്കി മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തുകൂടെ എടുത്തിട്ടുണ്ട്. ഒരു സൈഡാണേ സ്റ്റിച്ച് ചെയ്തത്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം ഉണ്ടല്ലോ, മടക്കി തയ്ക്കാത്ത ആ ഒരു ഭാഗം, അവിടെ നമുക്കിതാ ഇതുപോലെ ചെറിയ ചെറിയ ഞൊറിവുകളായിട്ട് ഇട്ട് കൊടുത്തിട്ട് തയ്ച്ചെടുക്കാം. 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം തയ്ച്ചെടുക്കാൻ.
ഇനി നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു പീസ് മുഴുവനായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഞൊറിവുകളായിട്ട് തയ്ച്ചെടുക്കാം. ഇപ്പം നമ്മൾ മൊത്തമായിട്ടും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ ഒരു പീസ് എടുക്കുക, നല്ല ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വെക്കുക. അടുത്ത പീസ് എടുത്തിട്ട് നല്ല ഭാഗം തമ്മിൽ ചേർത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഷോൾഡർ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നിവർത്തി വെച്ചതിന് ശേഷം പതിച്ചൊരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഫ്രില്ല് വെക്കാനാണ് പോകുന്നത്. ഇത് ചീത്ത ഭാഗത്താണ് കേട്ടോ നമ്മൾ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നത്. ഫ്രില്ലിൻ്റെ ചീത്ത ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് രണ്ടും ഇതുപോലെ ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്ക് 1/4 ഇഞ്ച് വിട്ടിട്ട് യോജിപ്പിച്ച് എടുക്കാം. ഈ ഒരു ക്രോപ്പ് ടോപ്പിന് ജോയിൻ്റ് ആയിട്ടുള്ള ഒരു മിഡി നമ്മൾ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് പോയി കണ്ടു നോക്കൂ കേട്ടോ. കുട്ടികൾക്കുള്ള ഫ്രോക്ക് അതുപോലെ തന്നെ ഹെയർ ബോസ് എല്ലാം നമ്മൾ ഈ ഒരു ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ മുഴുവനായിട്ടും ഫ്രില്ല് അറ്റാച്ച് ചെയ്തെടുക്കുക. എന്നിട്ടുണ്ടല്ലോ ഇതുപോലെ നിവർത്തി വെക്കുക. എന്നിട്ട് ഈ ഒരു ഫ്രില്ലിനെ നമുക്ക് നല്ല ഭാഗത്തോട്ട് ഇങ്ങോട്ടേക്കാക്കിയിട്ട് മറിച്ചു കൊടുക്കാം. ഇങ്ങനെ മറിച്ചതിന് ശേഷം നമുക്ക് പതിച്ച് ഇതിൻ്റെ മുകളിലൂടെ പതിച്ചൊരു സ്റ്റിച്ച് കൊടുക്കാം. പതിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഫ്രില്ലിൻ്റെ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് തന്നെ വെച്ചതിന് ശേഷം തയ്ച്ചെടുക്കുക. ഇപ്പം നമ്മൾ ഫ്രില്ല് മുഴുവനായിട്ടും പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. ഇനി ഇവിടെ നിന്നും നമ്മൾ 4.5 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു സൈഡിൽ മാർക്കിംഗ് കൊടുത്ത പോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഇതേപോലെ തന്നെ മാർക്കിംഗ് കൊടുക്കാം. ഈ ഒരു ഭാഗത്താണ് നമ്മൾ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 3.5 ഇഞ്ച് വീതിയുള്ള ഒരു ക്ലോത്ത് എടുക്കുക. ഇതിൻ്റെ നീളം എടുത്തിരിക്കുന്നത് 12 ഇഞ്ചാണ്. ഇനി ഈ ഒരു ക്ലോത്തിനെ ഇതുപോലെ രണ്ടാക്കിയിട്ട് നടുമടക്കി കൊടുക്കുക. നല്ല ഭാഗം അകത്ത് വരുന്ന രീതിയിൽ വേണം മടക്കാൻ വേണ്ടിയിട്ട്. ഇനി ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് ക്ലോസ് ആക്കിയിട്ടൊന്ന് തയ്ച്ചു കൊടുക്കാം. എന്നിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ തിരിച്ചു വെച്ചതിന് ശേഷം താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഒരു പെൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ അങ്ങ് മറിച്ചെടുക്കാം. മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു സ്റ്റിച്ച് ചെയ്ത സൈഡിലൂടെ ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല വൃത്തിക്ക് തന്നെ നിൽക്കും. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഇതിനെ നമുക്ക് ഇവിടെ വെച്ച് നമ്മൾ മാർക്കിങ് ചെയ്തില്ലേ, ആ മാർക്ക് ചെയ്തിട്ടുള്ള ആ മാർക്കിങ്ങും നമ്മളുടെ സ്ട്രാപ്പിൻ്റെ ഈ ഒരു സൈഡും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതങ്ങ് അറ്റാച്ച് ചെയ്തെടുക്കാം.
ഇനി ഇപ്പോൾ നമ്മൾ തയ്ച്ചെടുത്ത പോലെ തന്നെ ഇതിൻ്റെ നെക്സ്റ്റ് സൈഡും ദാ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ചില്ലേ ആ ഒരു മാർക്കിങ്ങിൻ്റെ അതേ ലെവലിൽ തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതും കൂടി നമുക്കങ്ങ് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ദാ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് എടുക്കുക. എന്നിട്ട് നമ്മളുടെ ക്ലോത്തിൻ്റെ ചീത്ത വശത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതായത് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള ക്ലോത്തിൻ്റെ ചീത്ത വശം വേണം മുകളിൽ വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ദാ ഇതിലൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ദാ ഇവിടെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം. കട്ടിങ് കൊടുത്തതിന് ശേഷം നമുക്ക് ദാ നല്ല ഭാഗത്തേക്ക് ഇതുപോലെ തിരിച്ചു വെക്കാം. എന്നിട്ട് ദാ ഇതുപോലെ ഒന്ന് മടക്കി ഒന്നുകൂടെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം. ഇങ്ങനെ തയ്ച്ചെടുക്കുമ്പോൾ ചുളിവുകൾ വരാതെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ദാ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗം ഇതുപോലെ ഒരൊറ്റ മടക്ക് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരൊറ്റ മടക്ക് മടക്കിയിട്ട് തയ്ച്ചെടുക്കാം. ഈ ഒരു സൈഡ് തയ്ച്ചെടുത്ത പോലെ തന്നെ അടുത്ത സൈഡും നമ്മൾ ഇതുപോലെ ചെറുതാക്കി മടക്കിയിട്ട് തയ്ച്ചെടുക്കുക. ഇനി നമ്മൾ സൈഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത് അത്രയും ഭാഗം തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമുക്ക് സൈഡ് ഭാഗം ക്ലോസ് ചെയ്തെടുക്കാം. ഇനി ഇതാ നമുക്ക് ഇതിനെ ഇതുപോലെ നിവർത്തിയെടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 1/2 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക് ആണ്. അപ്പോൾ നമ്മൾ ഈ എലാസ്റ്റിക് വെച്ചിട്ട് എത്രയാണോ എലാസ്റ്റിക്കിൻ്റെ അളവ് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരുന്ന രീതിയിൽ ക്ലോത്ത് വയ്ക്കുക, മടക്കി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇലാസ്റ്റിക്കിനെ ഒഴിവാക്കിയതിന് ശേഷം ഈ ഒരു ഭാഗം ഇതുപോലെ വെച്ച് തയ്ച്ചെടുക്കാം. ഇതുപോലെ മുഴുവനായിട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇലാസ്റ്റിക്കിൻ്റെ നീളം നമ്മൾ എടുത്തിട്ടുള്ളത് 17 ഇഞ്ചാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പിൻ ഉപയോഗിച്ചിട്ട് ഇലാസ്റ്റിക്കിനെ ഇതിൻ്റെ അകത്തൂടെ കടത്തിയെടുക്കാം. ഇപ്പം നമ്മൾ ഇലാസ്റ്റിക് മുഴുവനായിട്ടും കടത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക്കിനെ നമുക്ക് ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ ഇലാസ്റ്റിക്കിന് എല്ലാ ഭാഗത്തും ഒരുപോലെ ലെവലിൽ ചുരുക്കുകൾ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഇനി ഇതാ ഇപ്പുറത്തെ സൈഡും കൂടി നമുക്ക് ക്ലോസ് ചെയ്തെടുക്കണം. ഇങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഫ്രില്ലുണ്ടല്ലോ അത് റെഡിക്ക് തന്നെ വെക്കണം കേട്ടോ, മടങ്ങിയൊന്നും ഇരിക്കരുത്. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഇതുപോലെ ബോഡി ക്ലോസ് ചെയ്തെടുക്കാം.
ഇലാസ്റ്റിക്കൊക്കെ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രില്ലും. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്